നിങ്ങളുടെ വാഗ്ദത്തം നിറവേറ്റി. നിങ്ങൾ കിഫ്ബി വഴി റോഡുകളും പാലങ്ങളും ഉണ്ടാക്കി നിങ്ങൾ അത് ഷോക്കേസ് ചെയ്യുന്നു. ഒപ്പം നിങ്ങൾ ഇന്ത്യൻ മതനിരപേക്ഷ മോഡൽ മുന്നോട്ട് വെക്കുന്ന അവകാശപ്പെടുന്നു. ഇനി നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്ത് നിങ്ങൾ പക്ഷേ പരാജയപ്പെട്ടു പോയി. അപ്പം നിങ്ങൾ തോൽപ്പിച്ച ഒരു അദൃശ്യമായ ഘടകം ഉണ്ടെന്നാണോ വിചാരിക്കുന്നത്? അത് നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്താൻ പോകുന്നത്? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് അതിന്റെ പ്രകടന പത്രികയാണ്. ആ പ്രകടന പത്രിക സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളത് ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ 2016 ജനങ്ങൾക്ക് മുന്നിൽ വെച്ച പ്രകടന പത്രികയുടെ കാര്യത്തിലായാലും 2021 ജനങ്ങൾക്ക് മുന്നിൽ വെച്ച 900 കാര്യങ്ങളടങ്ങുന്ന പ്രകടന പത്രികയുടെ കാര്യത്തിലായാലും ഞങ്ങൾ പൂർത്തീകരിക്കും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു വിജയം ഉണ്ടായില്ല എന്ന് വെച്ച് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായിട്ട് പാലിച്ച് സമയബന്ധിതമായി അവ പൂർത്തീകരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒട്ടും പുറകോട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾ അത്തരത്തിൽ നടപ്പാക്കിയ കാര്യങ്ങൾ ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് കുറവുണ്ടായിട്ടുണ്ടോ, അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ടല്ലോ, അപ്പൊ അത് ബോധ്യപ്പെടാൻ അതിന്റെ പ്രയാസമുണ്ടോ? അതിനപ്പുറം നിങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഈ സർക്കാർ ആക്ടിവിറ്റീസിന്റെ അപ്പുറം പോയിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് സത്യത്തിൽ സമ്പൂർണ്ണമായും പാളിപ്പോയതല്ലേ അരുൺകുമാർ ഈ കാണുന്നത്? അല്ല, അതൊരിക്കലുമല്ല. ഏതെങ്കിലും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം അത് വോട്ടായിട്ട് മാറിയില്ല എന്ന് വെച്ച് ഞങ്ങളുടെ നിലപാട് തെറ്റാണെന്നോ ആ നിലപാട് പൂർണ്ണമായും പിശകാണെന്നോ ആ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകണോ എന്നോ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങളുടെ ഭരണഘടനയിലും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം അവസാനിപ്പിക്കാൻ വേണ്ടി എന്റെ മറുപടി കേൾക്കാൻ അല്ല, താങ്കൾക്ക് കേൾക്കാൻ ക്ഷമയുണ്ടെങ്കിൽ മാത്രം ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാതിരിക്കുക. ഞങ്ങളുടെ നിലപാട് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അവസാനിപ്പിക്കുന്ന ഒരു സമത്വസുന്ദരമായ ലോകം കെട്ടിപ്പടുക്കുക എന്നതാണ്. ഈ പ്രക്രിയക്കിടയിൽ തെരഞ്ഞെടുപ്പുകളെ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കും. അത് ഞങ്ങളുടെ രാഷ്ട്രീയം ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം എന്ന രൂപത്തിലാണ്. മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിൽ തെറ്റൊന്നുമില്ല, ജനങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ടൂളായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് നിസ്തർക്കം. പക്ഷെ അയാളുടെ സ്വന്തം വാർഡിൽ പോലും ജയിച്ചത് UDF ആണ്. നിങ്ങൾക്ക് ആ പോയിന്റ് തിരുത്തണമെന്ന് തോന്നുന്നുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ വംശീയത പറയുന്നു മലപ്പുറത്തെ കുറിച്ച്, അവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടുകയാണെന്ന്. അവിടെ നിങ്ങൾ പടലം തോറ്റുപോയി, പ്രതിപക്ഷമില്ല അവിടെ. എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി പറഞ്ഞ വ്യാജവും വംശീയതയുമല്ല ജനം നെഞ്ചേറ്റിയത് എന്ന് കാണണം. നിങ്ങൾ അവിടെ തിരുത്താൻ വല്ല പ്ലാനും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, നിങ്ങളെ ഏതെങ്കിലും ഒരു വാർഡിലെ തോൽവിയോ വിജയമോ വച്ച് രാഷ്ട്രീയത്തെ അളക്കാൻ നിൽക്കരുത്. ശ്രീ VD സതീശന്റെ വീടിരിക്കുന്ന വാർഡിൽ ജയിച്ച ആരാന്ന് താങ്കൾക്കറിയോ? ഈ പറഞ്ഞ ശബരിമല അല്ല മിസ്റ്റർ, നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഒന്നെങ്കിൽ അന്തസ്സായിട്ട് ചോദ്യം ചോദിക്കുക, ആ മറുപടി കേൾക്കാനുള്ള ക്ഷമ കാണിക്കുക, അല്ലെങ്കിൽ ചർച്ച അവസാനിപ്പിക്കുക, അത്രേ ഉള്ളൂ. രണ്ടാമത്, ശബരിമല ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുന്നുണ്ട്. ഈ ശബരിമല സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ശബരിമലയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി ഇപ്പൊ ആരാ ജയിച്ചിരിക്കുന്നത്? അതിന് ചുറ്റുപാടുമുള്ള 3 പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്ത് പണ്ട് BJP ഭരിച്ചുകൊണ്ടിരുന്ന കുളനട, പെരുക്കോല്, അതുപോലെ മുത്തോലി പഞ്ചായത്ത് ഇപ്പൊ ആരാ ജയിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഏതെങ്കിലും ഒരു വാർഡിലെ വിജയോ പഞ്ചായത്ത് വിജയോ എടുത്തിട്ട് പൊതുരാഷ്ട്രീയത്തെ അളക്കാൻ നിൽക്കരുത്. ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിജയം ഉണ്ടായിട്ടില്ല എന്ന് വെച്ച് നിങ്ങൾ ഞങ്ങളെ അങ്ങ് എഴുതി നിർണായകം. ഞാൻ ചോദിക്കുന്നത്, വെള്ളാപ്പള്ളിയെ കുറിച്ച് എന്റെ ചോദ്യം, വെള്ളാപ്പള്ളിക്ക് സ്വന്തം വാർഡിൽ അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തെ ഉയർത്തി നിർത്താൻ കഴിഞ്ഞില്ല. വെള്ളാപ്പള്ളിക്ക് ഏറ്റവും സ്വാധീനമുള്ള കൊല്ലം ജില്ലയിൽ നിങ്ങൾ 3ാം സ്ഥാനത്ത് പോയത് എങ്ങനെയാണ്? അത് നിങ്ങൾ ആലോചിക്കണ്ടേ ഒരു ഘട്ടത്തിൽ? അപ്പൊ അദ്ദേഹത്തെ കൂടെ നടത്തിയതുകൊണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. വെള്ളാപ്പള്ളി പറയുന്ന വംശീയത്തെയും വ്യാജത്തെയും മാറ്റി നിർത്തേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലേക്ക് ഈ 13ാം തീയതിയെങ്കിലും നിങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വെള്ളാപ്പള്ളി ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ വിളിച്ച് ചോദിക്കുക. ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പെശകുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ സംഘടനാപരമായിട്ടുള്ള തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടോ
ജനങ്ങൾ നൽകിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന കാര്യത്തിലോ കുറവുകളുണ്ടെങ്കിൽ ഞങ്ങൾ അത് പരിശോധിക്കും. അത് ജനങ്ങളുമായിട്ട് സംവദിക്കും. അങ്ങനെ സംവദിച്ച് തന്നെ ഉണ്ടായിട്ടുള്ള കുറവുകൾ പരിഹരിച്ച് വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വന്ന പാരമ്പര്യവും ചരിത്രമാണ് ഞങ്ങൾക്കുള്ളത്. അത് ഈ പാർട്ടിയെ പറ്റി താങ്കൾ കുറച്ചുകൂടി ഒന്ന് പഠിച്ചു നോക്കിയാൽ മനസ്സിലാകും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ അങ്ങ് ചെറിയ ഉദ്ദേശിച്ച വിജയം കിട്ടിയില്ല എന്ന് വെച്ച് അങ്ങ് എഴുതി തള്ളാൻ നിൽക്കട്ടെ. 5-6 മാസോടെ ഉണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇരുന്നതുകൊണ്ട് കൂടിയാണ് ഈ റിസൾട്ടിലേക്ക് എത്തിയത്. ശ്രീ അരുൺകുമാർ